ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. നാം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2025 ഒത്തിരി അധികം പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. മനുഷ്യർക്ക് പല പ്ലാനുകളും അവരുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവം വെച്ച പ്ലാനുകളുമുണ്ട്. ഈ പുതുവർഷത്തിലോട്ട് കടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് ലഭിച്ച ചില പ്രവചന ദൂതുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. അവ നിങ്ങളെ സംരക്ഷിക്കും. അവ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ ഈ പുതുവർഷത്തിലോട്ട് കിടക്കാൻ നേരത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യം, എന്താണ് ഞാൻ ഈ സമയത്ത് അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി പറയേണ്ടത്? അപ്പോൾ ദൈവം എനിക്ക് തന്ന വാക്യമാണ് ദാനിയേൽ 11:32. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇതാണ് ഈ വർഷത്തെക്കുറിച്ച് ദൈവം എനിക്ക് തന്ന വചനം. ഈ വചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ വർഷങ്ങളിൽ സംഭവിക്കും. ഈ വചനത്തിന് തുടക്കത്തിൽ പറയുന്നുണ്ട്, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവർ. നമ്മൾക്ക് ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ അറിയാം, ഇത് ന്യായപ്രമാണത്തിന്റെ വിരുദ്ധമായിട്ട് നടക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ കോണ്ടക്സ്റ്റിൽ ഞാൻ പറയുവാണ്, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട്, ദൈവഹിതത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, ദൈവത്തിന്റെ ആത്മാവിന് വിരോധമായിട്ട് ചലിക്കുന്ന വ്യക്തികളെ, അവരെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അവർ അവിടെ എഴുതിയിരിക്കുന്നത് അവരെ ഉപായം കൊണ്ട് വഷളാക്കും. പലരും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഫേക്ക് ആത്മീയത കൊണ്ട് ആൾക്കാരെ അവരുടെ വരുതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പ്രയോഗിക്കുന്ന ഉപായം കൊണ്ട് തന്നെ അവർ വീണുപോകും. അവർ പ്രയോഗിക്കുന്ന ഉപായം കൊണ്ട് തന്നെ അവർ വീണുപോകും. ഈ ഒരു ഫുൾഫിൽമെന്റ് നമ്മൾ ഈ വർഷത്തിൽ ഉടനീളം, ഈ വരാൻ പോകുന്ന വർഷത്തിലും കാണാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ വചനത്തെ കച്ചവട ചരക്കാക്കുന്നവർ, ദൈവത്തിന്റെ വചനം കൊണ്ട് തന്റെ ജനത്തെ പറ്റിക്കുന്നവർ, അവരെ ദൈവം എക്സ്പോസ് ചെയ്യും. അവരെ ഉപായം കൊണ്ട് വഷളാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പലപ്പോഴും ദൈവസഭയ്ക്കെതിരെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സഭയ്ക്കെതിരെ ഒരു പിശാചിനും ഒരു ദുഷ്ടനും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ ജയിച്ചവരുടെ കൂട്ടത്തിലാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയത്തിൽ നിൽക്കുന്നു. എന്നാൽ പ്രതികൂലവും പ്രശ്നങ്ങളും വരുമ്പോൾ തകർന്നു വീഴുന്ന ഒരു കൂട്ടമുണ്ട്. അവരുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനത്തിലല്ല. അവരുടെ അടിസ്ഥാനം അവർ തന്നെ കെട്ടിപ്പൊക്കിയ ചില സാങ്കല്പികമായ കാര്യങ്ങളിലാണ്. അത് താഴെ പോണിരിക്കും. എന്നാൽ പ്രശ്നം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത്, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇതാണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ദൂത്. നിങ്ങൾ തങ്ങളുടെ ജനത്തെ അറിയുന്ന ദൈവം, നിങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനമാണ്. നിങ്ങൾ യേശുവിനെ അറിയുന്ന ജനമാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശക്തിയെ നിങ്ങളുടെ ശരീരത്ത് വഹിക്കുന്നവരാണ്. ആ ശക്തി വിശ്വസിക്കുമ്പോൾ വ്യാപരിക്കുന്ന ശക്തിയാൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വരുന്ന വർഷം, ഈ പുതിയ വർഷം പറയുവാണ്, നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു സീസൺ ആയിരിക്കും. പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പക്ഷേ അത് നിങ്ങളെ തൊടത്തില്ല. നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നിങ്ങൾ താഴെ പോകത്തില്ല. നിങ്ങൾ ജയത്തിലോട്ട് കയറുന്ന വർഷമായിരിക്കും. വീര്യപ്രവർത്തികൾ നിങ്ങളിലൂടെ പുറത്തു വരും. നിങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി പുറത്തു വരും. നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ ഫൗണ്ടേഷൻ അത് സ്ട്രോങ് ആണ്. നിങ്ങളുടെ ഫൗണ്ടേഷൻ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ഫൗണ്ടേഷൻ ദൈവമാണ്, ദൈവവചനമാണ്. അതിനാൽ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഇത്.
എന്തു ആയിക്കോട്ടെ, ലോകത്ത് എന്തും സംഭവിച്ചോട്ടെ, തൻ്റെ ദൈവം, തൻ്റെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇതാണ് ദൈവം എന്നോട് പറഞ്ഞ കാര്യം. ദൈവമക്കൾ വീര്യം പ്രവർത്തിക്കുന്ന വർഷം. രണ്ടാമത് ദൈവം എന്നെ കാണിച്ച ഒരു വാക്യം, അത് ഹഗ്ഗായി 2:22. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ്റെ സഹോദരന്റെ വാളിനാൽ വീഴും. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് അധികാരങ്ങൾ തകരപ്പെടുന്ന ഒരു വർഷമാണ്. അധികാരങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യം, അത് ഒരേ സമയം സ്പിരിച്വൽ തലത്തിലും ഒരേ സമയം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ലോകത്തിലും സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് സ്പിരിച്വൽ തലത്തിൽ സംഭവിക്കുന്ന കാര്യം? നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ശക്തികൾ, പിശാചിന്റെ കോട്ടകൾ, തന്ത്രങ്ങൾ, അത് തകർന്നു വീഴുന്ന നിങ്ങൾ കാണും. കാരണം നിങ്ങളിൽ ഒരു ശക്തി വ്യാപരിക്കും. അത് പിശാചിന്റെ തന്ത്രങ്ങളെ, പ്രിൻസിപ്പിൾസ്, ഡൊമീനിയൻസ് എല്ലാത്തിനെയും തകർത്ത് കളയും. അധികാരങ്ങളെ തകർത്ത് കളയുന്ന വർഷം. പിശാചിന്റെ ഒരു തന്ത്രങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല. എന്നാൽ ഞാൻ ഫിസിക്കൽ തലത്തിൽ കാണുന്ന കാര്യം, ഒത്തിരി അധികാര കൈമാറ്റങ്ങൾ ഈ വർഷം കാണാൻ വേണ്ടി പോവാണ്. ഒത്തിരി അധികാര കൈമാറ്റങ്ങൾ. അധികാരങ്ങളിൽ നിന്ന് ഒരാൾ മാറി മറ്റൊരാൾ കയറും. ഒരാളുടെ ശക്തി ക്ഷയിക്കും, വേറൊരാൾ അവിടെ കയറും. അങ്ങനെയുള്ള അധികാരങ്ങൾ തകരുന്ന ഒരു വർഷമായിരിക്കും ഇത്. യു ആർ ഗോയിങ് ടു സീ a realm where the powers of this world is going to shake. All the dominions is going to shake, and you will see the kingdoms will change, the powers will change, the dominions will change. ചില രാഷ്ട്രീയ പാർട്ടികൾ മാറും, ചില അധികാരങ്ങൾ മാറും. Some political strongholds is going to be shaken. The people is going to change. Their authority is going to change. You are going to see a change in authority in the political world. ഇത് സംഭവിക്കാൻ പോകുന്നത് വിവിധ ലോക രാജ്യങ്ങളിൽ നിങ്ങളിത് കാണാൻ വേണ്ടി പോവുകയാണ്. അധികാരങ്ങൾ തകരപ്പെടുന്ന വർഷമായിരിക്കും ഇത്. അധികാരങ്ങൾക്ക് ദൈവം പറഞ്ഞ പ്രവചനം, അധികാരങ്ങൾ തകരപ്പെടുന്ന വർഷം. അത് നിങ്ങൾ പൊളിറ്റിക്കൽ വേൾഡിൽ കാണാൻ വേണ്ടി പോവുകയാണ്. ചില രാജ്യങ്ങളുടെ ശക്തി ക്ഷയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ ശക്തിയായിരുന്നു എന്ന് വിചാരിച്ച ചില രാജ്യങ്ങൾ അവരുടെ ശക്തി ക്ഷയിച്ച് താഴെ പോകുന്ന കാണാൻ വേണ്ടി പോവുക. Some nations, they were strong right now, but their strength is going to diminish. Their strength is going to change. They are going to come down into a lower state. അവരുടെ ശക്തി ക്ഷയിക്കാൻ വേണ്ടി പോവുക. ഇതാണ് ഈ വർഷം നിങ്ങൾ കാണാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞ് ദൈവം എന്നോട് അതുമായിട്ട് ചേർത്ത് പറഞ്ഞൊരു വചനം, അത് ദാനിയേൽ 4:17. അവിടെ എഴുതിയിട്ടുണ്ട്: അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമമായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകും. ഇവിടെ ദൈവം കറക്റ്റായിട്ട് പറയുവാണ്, നിങ്ങൾ കാണാൻ പോകുന്ന ചില പൊളിറ്റിക്കൽ ചേഞ്ച് അത് ദൈവത്തിന്റെ പവറിൽ വന്ന കാര്യം, അത് ദൈവത്തിന്റെ ഹിതപ്രകാരം വന്നതാണ്. അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരുപക്ഷെ അധികാരത്തിൽ കയറുന്ന വ്യക്തിക്ക് അതിന് യാതൊരു യോഗ്യതയും കാണത്തില്ല, പക്ഷെ സംഭവിക്കും. ഇതുവരെ ഒന്നുമല്ലായിരുന്ന വ്യക്തി വലിയൊരു സ്ഥലത്തോട്ട് വരും, വലിയൊരു സ്ഥാനത്തിലേക്ക് വരും. ദൈവം രാജ്യങ്ങളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതിന് അങ്ങനെ ചില അധികാര കൈമാറ്റങ്ങൾ അത് ഈ രാജ്യം കാണാൻ വേണ്ടി പോവുക. വലിയ പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യയിൽ സംഭവിക്കാൻ വേണ്ടി പോവുക. വലിയ ചേഞ്ചുകൾ ഞാൻ റഷ്യയിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ വ്ളാഡിമിർ പുടിൻ, അദ്ദേഹത്തിന്റെ അധികാരത്തിന് ഒരു ചേഞ്ചിനെ ഞാൻ കാണാം. ഐ സീ എ significant change in the authority of Vladimir Putin. This is what I am seeing in the spiritual realm right now. And this year,
the coming years, you are going to see that a change in authority is going to happen. Lahadiniyo. I'm also see that the Indian president, so Indian prime minister, some change is going to happen. Mr. You know the name. Some change is going to happen. Right now I'm seeing that the realms are going to change. Also, I am seeing that a news about Iran is going to sprout. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് മുളച്ചു വരാൻ വേണ്ടി പോകുന്നു. ഇത് ഞാൻ ഈ സമയത്ത് ഞാൻ കാണുവാണ്. ഇത് ദൈവം അറിയാതെ രാജ്യങ്ങളിലൊന്നും സംഭവിക്കുന്നില്ല. ദൈവം എന്നോട് പറഞ്ഞ വേറൊരു വാക്യം. ഈ വാക്യം കേട്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം. മത്തായി 24:6-7. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയുടെ രാജ്യത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയും ഉണ്ടാകും. എന്നോട് ദൈവം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കാര്യം യുദ്ധങ്ങളും ക്ഷാമങ്ങളും. എനിക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം അങ്ങനെ വന്നാൽ ഒത്തിരി ആൾക്കാർ സഫർ ചെയ്യും. ഞാൻ ക്ഷാമം എന്ന വേർഡ് വ്യക്തമായിട്ട് കണ്ടു. ഞാൻ ദൈവജനത്തോട് പറയൂ, നമ്മൾക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അവസ്ഥ ലോകത്ത് വന്നുകൂടാ. അത് വല്ലാത്തൊരു ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. ക്ഷാമങ്ങളെ ഞാൻ കാണുവാണ്. ക്ഷാമങ്ങളെ ഐ സി ഫാമിൻ, ഐ സി wars and famines is going to happen, and this is going to be a terrible situation, and I does not want that such things to happen in this world, because it is very pathetical for me to pray for such kind of a situation. I am very heartbroken. I am saying this prophecy, but I am requesting all the people of God to pray for the peace of the world, pray for the prosperity of this world. Let the security, let the protection be come upon all the people, all the nations of this world. അതിനുവേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുവാണ്. ദൈവമക്കൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവചനം പറഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. യുവർ prayer can change every situation. Your prayer can change every terrible situation, and I believe God will release a deliverance. Well, God will release a deliverance. അത് കഴിഞ്ഞ് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ദൈവമക്കളോട് ദൈവം പറയുന്ന ഒരു കാര്യം, പുറപ്പാട് 10:23. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, പല ബാധകളും ഈജിപ്തിൽ ദൈവം അയച്ചു. ആ സമയത്ത് ഇസ്രായേൽ മക്കളുമുണ്ട്. എന്നാൽ ബാധകൾ പലതും വന്നിട്ടും അത് ഇസ്രായേൽ മക്കളെ ബാധിച്ചില്ല. അവർ ദൈവത്തിന്റെ പ്രൊട്ടക്ഷന് കീഴിലായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തൻ തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അതായത് ഈജിപ്തിനെ മൊത്തം ഇരുട്ട് വിഴുങ്ങിയപ്പോഴും ഇസ്രായേൽ മക്കളുടെ വാസസ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നു. ലോകത്ത് മൊത്തം ഇരുട്ട് വന്നാലും അന്ധകാരത്തിന്റെ ശക്തി വ്യാപരിച്ചാലും ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Wherever you are, the light of God, the glory of God is there. No darkness can overcome you. ഇരുട്ടിന് നിങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതാണ് ദൈവം നിങ്ങൾക്ക് തരുന്ന ആശ്വാസം. Yes, there is persecution in the world, but Jesus has already overcome the situation. ദുഷ്ടനെ യേശു ജയിച്ചിരിക്കുന്നു. Jesus already conquered the enemy. There is no weapon in his hand. Nothing can stand against you, because you are in Christ. യേശുവിന്റെ ഉള്ളിലാണ് നിങ്ങൾ. യേശു ക്രിസ്തുവിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട്. കാരണം നിങ്ങളുടെ മേൽ ഒരു കവറിംഗ് ഉണ്ട്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് എനിമി cannot touch you. ദിസ് ഈസ് യുവർ ഹോപ്പ്. ഇതാണ് നിങ്ങളുടെ ഹോപ്പ്. ഇതാണ് നിങ്ങളുടെ പ്രത്യാശ. കാരണം ഇതിനിടയിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. മക്കളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവം തന്ന പ്രവചനം, ദൈവമക്കൾ വീര്യം പ്രവർത്തിക്കുന്ന വർഷം, അധികാരങ്ങളെ തകർക്കപ്പെടുന്ന വർഷം. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ
പ്രൊട്ടക്ട് ചെയ്യുന്ന വർഷം. ഈ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുഗ്രഹമായിട്ട് മാറട്ടെ. ദൈവത്തിന്റെ വചനത്തെ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, പരിശുദ്ധാത്മാവിനാൽ മുന്നോട്ട് പോവുക, ആത്മാവിൽ നിന്ന് കേൾക്കുക, ആത്മാവ് പറയുന്നത് അനുസരിക്കുക. അങ്ങനെയെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരിക്കും. ഞാൻ എല്ലാവർക്കും വളരെ സന്തോഷപൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മെസ്സേജ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ അവർക്ക് വേണ്ടി മൂവ് ചെയ്യട്ടെ. ഈ വചനം ഏറ്റെടുത്ത സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ റിലീസ് ആകട്ടെ. ദൈവത്തിന്റെ പ്രൊട്ടക്ഷന്റെ കീഴിലേക്ക് അത് വരട്ടെ. ദുഷ്ടം നിങ്ങളെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.